ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിബ്ലിങ്സ് കിച്ചൺ. എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ഒരു കരിക്ക് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കരിക്കിൻ്റെ കാമ്പാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 2 കരിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് കരിക്കിൻ്റെ വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കരിക്കിൻ്റെ വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക്. അടുത്തതായിട്ട് നമ്മൾ എല്ലാ പായസത്തിനും ചെയ്യുന്ന പോലെ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഞാൻ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 1 ലിറ്റർ പാലൊഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീയൊന്ന് ചെറുതായി കുറച്ച് വെക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമ്മൾ ഇതിലോട്ട് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് 1/2 കപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1-2 മിനിറ്റ് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ബാക്കി നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കരിക്കിൻ്റെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പാൽപമായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചൂടാറിയതിന് ശേഷം ആഡ് ചെയ്യുന്നത് ഇനി പിരിഞ്ഞൊന്നും പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മൊത്തത്തിലൊന്ന് ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഒരല്പം ഏലക്ക ചതച്ചതാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഫൈനലായി നമ്മൾ കശുവണ്ടിയും ഉണക്കമുന്തിരി കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓണത്തിന് എല്ലാവരും ഈ കരിക്ക് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.